ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ MG റോഡ് മെട്രോ സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ പോകുന്നത് ഇസ്കോൺ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മളിപ്പോൾ ഇസ്കോൺ ടെമ്പിളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ വ്യൂസ് എല്ലാം. അവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരേ ഇല്ലു, നടന്നിട്ട് പോകാനേ ഇല്ലു. ഇപ്പോൾ അവിടുത്തെ പുറത്തേത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാനുണ്ട്. എല്ലാം നല്ല ഭയങ്കരമായ കാഴ്ചയാണ് കാണുന്നത്. ഫുള്ള് ചെടികളും കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. നമുക്ക് കയറിയിട്ട് വേണം പോകാൻ. മനോഹരമായ പൂന്തോട്ടവും എല്ലാം ഉണ്ട്. ആൾക്കാരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. അത്രയും ആൾക്കാർ വരുന്ന ഒരു ടെമ്പിളാണ്. നമ്മൾ പോയത് ഒരു വൈകുന്നേരം ഒരു 4 മണി സമയത്താണ് പോയത്. അന്നേരം ആളെന്ന് പറഞ്ഞാൽ ഭയങ്കരത്തിൻ്റെ ആളാണ്. ലക്ഷക്കണക്കിന് ആളുണ്ട്. പിന്നെ മഴ ഉണ്ടായിട്ടാണ്. മഴ ഇല്ലാത്തത് ഒരു ഭാഗ്യമായി തോന്നി ഇപ്പോൾ. പക്ഷേ നമുക്കിങ്ങനെ കയറി പോകണമെങ്കിൽ കുറേ പോകണം. അത് കാണേണ്ട കാഴ്ച തന്നെ. ആ അമ്പലത്തിൽ പോകണമെങ്കിൽ നമുക്ക് അത് കണ്ടെങ്കിലേ അറിയാം അവിടുത്തെ കാഴ്ചകളെല്ലാം. ഞാൻ പറയുന്ന മാതിരിയൊന്നും അല്ല, ഇതിൽ കാണുന്ന മാതിരിയല്ല. അവിടെ പോയി കണ്ടാലേ എല്ലാം മനസ്സിലാവും നമുക്ക് എങ്ങനെ ഇല്ലതെന്നല്ല. ഈ അമ്പലം എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഒന്നാണ് ഈ ബാംഗ്ലൂരിലെ ഇസ്കോ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ 108 സ്റ്റെപ്പ് ചവിട്ടി വേണം നമുക്ക് ആ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ. അത് തന്നെ നമ്മൾ ഹരേ കൃഷ്ണ ഹരേ രാമ ചൊല്ലിയിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടുള്ളൂ. അത് അങ്ങനെ ഈ ലക്ഷക്കണക്കിന് ആളും അങ്ങനെ ചൊല്ലിയാണ് പോകുന്നത്. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലിയിട്ട് വേണം കൃഷ്ണ ഭഗവാനെ കാണണമെങ്കിൽ. ആ ഉള്ളിലെത്തിയിട്ടാകുമ്പോൾ വലിയ കാഴ്ചയാണ് കാണേണ്ടത്. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ദേവലോകത്ത് ഇറങ്ങിയ പോലെ തന്നെ. അതിൻ്റെ ഉള്ളിൽ പോയിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പം വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഇതെന്ന് വെച്ചാലില്ലേ, നമ്മളെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് മുതൽ മരണം വരെ സംഭവിക്കുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഇതിലെ ആ ഓരോ കാഴ്ചയാണ് കാണുന്നത്. മരിച്ച ജനനം മുതൽ മരണം വരെയുള്ള കാഴ്ചകളാണ് ഇതിപ്പോൾ രാത്രിയിലാണ്. ഇപ്പോൾ രാത്രിയായി. രാത്രിയിൽ അമ്പലത്തിൻ്റെ വ്യൂ ആണ്. ഇപ്പോൾ ശക്തമായ മഴ വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡാൽ കിച്ചടി എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും. ആ ഡാൽ കിച്ചടിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടാകുമ്പോൾ നമ്മൾ വരലായി. നല്ല ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ.